ഈച്ചാരമ്മയും പൂച്ചാരമ്മയും. ഈച്ചാരമ്മയും പൂച്ചാരമ്മയും കൂട്ടുകാരായിരുന്നു. ഈച്ചാരമ്മ ഒരു ഈച്ചയായിരുന്നു, പൂച്ചാരമ്മ ഒരു പൂച്ചയും. മഹാമടിച്ചിയും കൊതിച്ചിയുമായിരുന്നു ഈച്ചാരമ്മ. ഒരു ദിവസം പൂച്ചാരമ്മ ഈച്ചാരമ്മയോട് പറഞ്ഞു, ഈച്ചാരമ്മേ, എനിക്ക് വിശക്കുന്നു, വാ നമുക്ക് കഞ്ഞി വെക്കാം. ശരി, കഞ്ഞി വെക്ക്, ഞാനും കൂടാ, എനിക്കും വിശക്കുന്നു, ഈച്ചാരമ്മ പറഞ്ഞു. അപ്പോൾ പൂച്ചാരമ്മ പറഞ്ഞു, ഈച്ചാരമ്മേ, കഞ്ഞി വെക്കണമെങ്കിൽ ആദ്യം വിറകൊടിക്കണം, വാ വിറകൊടിക്കാൻ പോകാം. അപ്പോൾ ഈച്ചാരമ്മ പറഞ്ഞു, വിറകൊടിക്കാനൊന്നും ഞാനില്ല, നീ വിറകു കൊണ്ടുവാ, ഞാൻ ഈ മാങ്കൊമ്പിലിരുന്ന് ഉറങ്ങട്ടെ. പൂച്ചാരമ്മ ഒന്നും മിണ്ടിയില്ല. അവള് കാട്ടിൽ പോയി വിറക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഈച്ചാരമ്മേ, ഇനി അടുപ്പ് കൂട്ടണം, വാ നമുക്ക് അടുപ്പ് കല്ല് കൊണ്ടുവരാം. അപ്പോൾ ഈച്ചാരമ്മ പറഞ്ഞു, കല്ല് കൊണ്ടുവരാനും തല്ലുകൊള്ളാനും ഒന്നും എന്നെ കിട്ടില്ല പൂച്ചാരമ്മേ, നീ പോയി അടുപ്പ് കല്ല് കൊണ്ടുവാ, ഞാൻ മാങ്കൊമ്പിലിരുന്ന് ഉറങ്ങാൻ പോവാണ്. പൂച്ചാരമ്മ ഒന്നും മിണ്ടിയില്ല. അവള് കല്ലെടുത്ത് അടുപ്പ് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഈച്ചാരമ്മേ, പാത്രം അടുപ്പിൽ വെച്ചു വെള്ളം ഒഴിക്കണം, ഈ പാത്രത്തിൽ ഒന്ന് പിടിക്ക്. അപ്പോൾ ഈച്ചാരമ്മ പറഞ്ഞു, പാത്രത്തിൽ പിടിക്കാനും പണിയെടുക്കാനും ഒന്നും എനിക്ക് വയ്യ, ഞാൻ ഈ മാങ്കൊമ്പിലിരുന്ന് ഉറങ്ങാൻ പോവാ. അങ്ങനെ പറഞ്ഞ് ഈച്ചാരമ്മ മാങ്കൊമ്പിലിരുന്ന് ngുറ് എന്ന് കൂർക്കം വലിച്ചുറക്കമായി. തീ കത്തിക്കാനും അരിയിടാനും ഒക്കെ പൂച്ചാരമ്മ ഈച്ചാരമ്മയെ വിളിച്ചു. പക്ഷെ ഈച്ചാരമ്മ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതേയില്ല. പൂച്ചാരമ്മ അരിയിട്ടു, തീ പൂട്ടി. കുറെ കഴിഞ്ഞപ്പോ കലത്തിൽ നിന്നും ഗ്ലു ഗ്ലു ഗ്ലൂ എന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഹായ് ഹായ്, അരി തിളയ്ക്കുന്നു, പൂച്ചാരമ്മ പറഞ്ഞു. അപ്പോഴും ഈച്ചാരമ്മ മാങ്കൊമ്പിലിരുന്ന് ngുറ് എന്നുറക്കം തന്നെ ഉറക്കം. അരി തിളച്ചു വേവുന്ന മണം കാറ്റിൽ പരന്നു. അത് മാങ്കൊമ്പിലിരുന്നുറങ്ങുന്ന ഈച്ചാരമ്മയുടെ മൂക്കിലും എത്തി. ഹായ് ഹായ്, നല്ല കഞ്ഞിയുടെ മണം, ഈച്ചാരമ്മ ഉറക്കമുണർന്നുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഷും എന്ന് താഴേക്ക് പറന്നു. പൂച്ചാരമ്മ വിയർത്തൊലിച്ച് തീയൂതുകയാണ്. ഈച്ചാരമ്മയെ കണ്ടപ്പോൾ പൂച്ചാരമ്മ പറഞ്ഞു, ഈച്ചാരമ്മേ, ഞാൻ ഈ തീ ഊതട്ടെ, കഞ്ഞി ഇപ്പ വേവും, ഇനി പോയി കഞ്ഞി കുടിക്കാൻ പ്ലാവില കൊണ്ടുവാ. അപ്പോൾ ഈച്ചാരമ്മ പറഞ്ഞു, ഹാ, പ്ലാവിലയും മാവിലയും ഒന്നും കൊണ്ടുവരാൻ എന്നെ കിട്ടില്ല, നീ ഇത്രയൊക്കെ ചെയ്തില്ലേ, പിന്നെ പ്ലാവില കൂടി കൊണ്ടുവന്നൂടെ? ആന മടിച്ചിയായ ഈച്ചാരമ്മ ചോദിച്ചു. അത് കേട്ടപ്പോ പൂച്ചാരമ്മയ്ക്ക് ദേഷ്യം വന്നു. പക്ഷെ അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ പ്ലാവില എടുക്കാൻ പോയി. പൂച്ചാരമ്മ പ്ലാഞ്ചുവട്ടിലേക്ക് പോയപ്പോൾ ഈച്ചാരമ്മയ്ക്ക് കൊതി സഹിക്കാതായി. പൂച്ചാരമ്മ വരും മുൻപ് ഇത്തിരി കഞ്ഞി കട്ടുകുടിക്കാം, ഈച്ചാരമ്മ വിചാരിച്ചു. ഈച്ചാരമ്മ മൂളിപ്പറന്ന് കഞ്ഞിക്കലത്തിന്റെ വക്കിൽ ചെന്നിരുന്നു. പയ്യെ കലത്തിലേക്കു തലനീട്ടി. പിദ്യം! പെട്ടെന്ന് ഈച്ചാരമ്മ കാലുതെറ്റി കഞ്ഞിയിൽ വീണു. അമ്മേ, ഞാൻ വീണേ, രക്ഷിക്കണേ! ഈച്ചാരമ്മ കരഞ്ഞു വിളിച്ചു. പക്ഷെ ആര് കേൾക്കാൻ? പൂച്ചാരമ്മ പ്ലാവിലയോടിക്കാൻ പോയിരിക്കുകയല്ലേ. കുറെ കഴിഞ്ഞപ്പോ പൂച്ചാരമ്മ തിരിച്ചെത്തി. ഈച്ചാരമ്മേ, ഏയ് ഈച്ചാരമ്മേ! പൂച്ചമ്മ വിളിച്ചു. എങ്ങും അനക്കമില്ല. പൂച്ചാരമ്മ കരഞ്ഞുകൊണ്ട് ഓടി നടന്നു. ഈച്ചാരമ്മേ, ഈച്ചാരമ്മേ! അവൾ ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. പൂച്ചാരമ്മ കഞ്ഞിക്കലത്തിലേക്ക് എത്തി നോക്കി. അയ്യോ, അതാ ഈച്ചാരമ്മ! ഈച്ചാരമ്മേ, ഈച്ചാരമ്മേ! പൂച്ചാരമ്മ വീണ്ടും വീണ്ടും വിളിച്ചു. മറുപടിയില്ല. അങ്ങനെ മടിച്ചിയും കൊതിച്ചിയുമായ ഈച്ചാരമ്മയുടെ കഥ കഴിഞ്ഞു.